നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഒരു കൊച്ചു മകനും കൂടിയുണ്ട്. മകന്റെ പേര് അഭിനവ് സിദ്ധാന്ത് എന്നാണ്. ഏത് സ്കൂളിലാണ് മോനെ പഠിക്കുന്നത്? ആര്യ സെൻട്രൽ സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്. അവന് കഥകൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കഥയിൽ അവനും കൂടെ പങ്കാളിയാണ്. നമ്മൾ പറഞ്ഞു വന്നത് വിരാട രാജാവിന് ഉത്തരൻ എന്നും ഉത്തര എന്നും രണ്ട് മക്കൾ ഉണ്ടായിരുന്നു. ഉത്തരൻ മിക്കപ്പോഴും അന്തഃപുരത്ത് സ്ത്രീകളുടെ അടുത്ത് തന്റെ പൊങ്ങച്ചം അല്ലെ തന്റെ കഴിവുകളുടെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു പ്രധാനപ്പെട്ട ജോലി. അപ്പൊ അങ്ങനെ അന്തഃപുരത്തിലെ സ്ത്രീകളോട് മുമ്പിൽ നിന്ന് വളരെ വലിയ രീതിയിൽ ആത്മപ്രശംസ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കൊട്ടാരത്തിലേക്ക് കുറെ ജനങ്ങളും രാജാവിന്റെ സൈന്യങ്ങളും ഓടി വന്നിട്ട് പറഞ്ഞു, കൗരവർ വീണ്ടും നമ്മുടെ പശുക്കളെ ഗോക്കളെ മോട്ടിച്ചുകൊണ്ട് പോയി എന്ന്. അപ്പൊ അവയെ തിരിച്ചു പിടിക്കണമല്ലോ. അപ്പൊ ഉത്തരൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് മതി, അവരെ എല്ലാരെയും അടിച്ച് നിലം പരിശാക്കും. പക്ഷേ എനിക്ക് നല്ലൊരു തേരാളിയില്ല. അപ്പൊ ഇതെല്ലാം കേട്ട് അന്തപുര സ്ത്രീകളെല്ലാം നിൽപ്പുണ്ട്. ബൃഹന്നള നിൽപ്പുണ്ട്, മാലിനി എന്ന സൈരന്ധ്രി നിൽപ്പുണ്ട്, മറ്റു സ്ത്രീജനങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പൊ ബൃഹന്നള എന്ത് ചെയ്തു? മാലിനിയെ അടുത്ത് വിളിച്ചിട്ട് എന്തോ രഹസ്യം പറഞ്ഞു. രഹസ്യം പറഞ്ഞപ്പോ മാലിനി ചെന്ന് ഉത്തരയോട് അത് പറഞ്ഞു. അതായത് വിരാട രാജാവിന്റെ മകളുടെ അടുത്ത്. അവളെ നൃത്തം പഠിപ്പിക്കുകയും സംഗീതം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ബൃഹന്നള എന്ന് പറയുന്ന നപുംസകമായ ഒരാളായിരുന്നു. അതായത് ആണും പെണ്ണും അല്ലാത്ത ഒരാൾ. അപ്പോ ഉത്തരനോട് പറഞ്ഞു, ബൃഹന്നള നിന്റെ തേരാളിയാകും, എങ്കിൽ നിനക്ക് പോകാൻ പറ്റുമോ? എന്താ ഈ പറയുന്നത്? ഒരു ഷണ്ടനായിട്ടുള്ള ആള് എന്റെ തേരാളിയാകുകയാണ്? ഏയ്, അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോ മാലിനി എന്ന് പറയുന്ന സൈരന്ധ്രി പറഞ്ഞു, അദ്ദേഹം അർജുനന്റെ തേരാളിയായിരുന്നു. അർജുനന്റെ പാണ്ഡവരിൽ മൂന്നാമത്തെ ആളാണ് അർജുനൻ. മൂത്താള് യുധിഷ്ഠിരൻ, രണ്ടാമത്തെ ആൾ ഭീമസേനൻ, മൂന്നാമത്തെ ആൾ അർജുനൻ, നാലാമത്തെ നകുലൻ, അഞ്ചാമത്തത് സഹദേവൻ. അങ്ങനെ 5 പേരാണ് പാണ്ഡവർ. ആ 5 പേരുടെയും ധർമ്മപത്നിയാണ് പാഞ്ചാലി എന്ന് പറയുന്ന ദ്രൗപദി. അപ്പൊ ഇവർ അജ്ഞാതവാസത്തിന് ഇവിടെ വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുകയാണ്. 12 വർഷം അവർ വനവാസവും കഴിഞ്ഞ് 13ാമത്തെ വർഷം അവർ അജ്ഞാതവാസത്തിലാണ്. ഈ അജ്ഞാതവാസ കാലത്ത് പാണ്ഡവരെ കൗരവർ കണ്ടുപിടിച്ചാൽ വീണ്ടും അവർ 12 വർഷം വനത്തിൽ പോകണം. അപ്പൊ അങ്ങനെ ആളറിയിക്കാതെ അവര് വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ കഴിയുകയാണ്. ഏതാണ്ട് അവരുടെ അജ്ഞാതവാസം തീരാറായി. ഇനി ഒരു 4-5 ദിവസം കൂടെ ഉള്ളൂ. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. വിരാട രാജാവിന്റെ പശുക്കളെ ആദ്യം ത്രിഗർത്ത രാജാവ് സുശർമൻ പിടിച്ചോണ്ട് പോയി. രണ്ടാമത് ഭീമസേനനും യുധിഷ്ഠിരനും ഒക്കെ ചെന്ന് ത്രിഗർത്തനെ പിടിച്ചു കെട്ടിയിട്ട് ഗോക്കളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഗോശാലയിൽ കെട്ടി. അപ്പോഴാണ് ത്രിഗർത്തൻ വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൗരവർ പടയെടുത്ത് വന്നപ്പോൾ വിരാട രാജാവും ത്രിഗർത്തനും തമ്മിൽ യുദ്ധം നടത്തുകയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ചെന്ന് പശുക്കളെ അയച്ചുകൊണ്ട് വരാൻ കൗരവർ പശുക്കളെ അയച്ചുകൊണ്ട് തിരിച്ചു വീണ്ടും പോയി. അപ്പോ വിരാട രാജാവിന്റെ സൈന്യങ്ങളെല്ലാം കൂടി രാജാവിന്റെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞു. നമ്മുടെ ഗോക്കളെയെല്ലാം, കാരണം ഭയങ്കര പഴയ രാജാക്കന്മാരുടെ ധനധാന്യ സമ്പത്തുക്കളുടെ കൂടെ ഗോക്കൾ, അശ്വം കുതിരകള്, രഥം, ഇതൊക്കെ അവരുടെ സമ്പത്തിന്റെ പ്രാധാന്യം കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഗോക്കളെ മുഴുവൻ പിടിച്ചോണ്ട് വീണ്ടും കൗരവർ പിടിച്ചോണ്ട് പോയി. ആദ്യം ത്രിഗർത്ത രാജാവ് പിടിച്ചോണ്ട് പോയി. അദ്ദേഹത്തിന്റെ നിന്ന് വിരാട രാജാവും യുധിഷ്ഠിരനും ഭീമസേനും കൂടെ തിരിച്ചു പിടിച്ചു. ഇപ്പോ വീണ്ടും കൗരവര് പിടിച്ചോണ്ട്. അപ്പോഴാണ് ഉത്തരൻ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്ക് മതിയായിരുന്നു, പക്ഷെ എനിക്ക് നല്ല ഒരു തേരാളി ഇല്ല. തേരാളി സൂതൻ എന്ന് പറഞ്ഞാൽ തേര് നല്ല രീതിയിൽ തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആള്. അപ്പൊ ഉത്തരനോട് പറഞ്ഞു, സഹോദര, പിന്നെ നല്ല രീതിയിൽ ഈ ബൃഹന്നള അർജുനന് വേണ്ടി തേര് തെളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും ബൃഹന്നള അർജുനൻ തന്നെയാണ്, അത് ഇവർക്കറിയില്ലല്ലോ.
ഒളിച്ചു താമസിക്കുകയല്ലേ, ആൾമാറാട്ടം നടത്തി താമസിക്കുകയല്ലേ. അപ്പൊ പറഞ്ഞു, വരൂ ബൃഹന്നള, നീ വരൂ, നിങ്ങൾക്ക് തേര് തെളിക്കാൻ അറിയാമോ? വലിയ ഗമ ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ആ പണ്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്തു, പെണ്ണുങ്ങളെ പോലെ വളകളൊക്കെ ഇട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി സുന്ദരിയായിട്ടാണ് നടക്കുന്നത്, കണ്ടിട്ടില്ലേ? അപ്പം പണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ രാജാവ് ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴ് ചെയ്യാം, അങ്ങ് കൽപ്പിച്ചാൽ എന്ത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഉത്തരം പറഞ്ഞു, ശരി പടച്ചട്ടകൾ കൊണ്ടുവരും. ആ പടച്ചട്ടയൊക്കെ കൊണ്ടുവന്നു ഉടനെ അർജുനൻ അത് തല തിരിച്ചൊക്കെ ഇങ്ങനെ പിടിച്ചു. അപ്പൊ അന്തപുര സ്ത്രീകളെല്ലാം ചിരിക്കുന്നുണ്ട്, അടക്കി ചിരിക്കുകയാണ് അവര്. അയ്യേ, ഇവനാണോ പേര് തെളിക്കാൻ പോകുന്നത്, ഈ ബൃഹന്നള, ഇത് വെറുതെ നിസ്സാര കാര്യം എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നൊക്കെ പറഞ്ഞ് അവര് കുശുകുശുക്കുകയും അടക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പടച്ചട്ട നേരെയൊക്കെ പിടിച്ച് ഉത്തരൻ ഇട്ടുകൊടുത്തിട്ട് ഉടൻ തന്നെ അർജുനൻ എന്ന് പറയുന്ന ബൃഹന്നള നേരെ രാജാവിന്റെ അശ്വാലയത്തിലേക്ക് പോയി. കുതിരകളെല്ലാം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് പോയിട്ട് ഏറ്റവും നല്ല വെളുത്ത കുതിരകളെ തെരഞ്ഞെടുത്തു രഥത്തിൽ പൂട്ടാൻ. അർജുനൻ എപ്പോഴും വെളുത്ത കുതിരകളെ പൂട്ടിയ രഥമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ബൃഹന്നള ചെന്ന് ആ കുതിരകളെയൊക്കെ കൊണ്ടുവന്ന് രഥത്തിലൊക്കെ പൂട്ടി. അപ്പോഴത്തേക്ക് ഉത്തരൻ നല്ല പടച്ചട്ടയൊക്കെ അണിഞ്ഞ് ഉത്തരനെ എത്തി. അവർ രണ്ടുപേരും കൂടെ രഥത്തിൽ കയറി. അപ്പൊ അന്തപുര സ്ത്രീകൾ പറഞ്ഞു, ശത്രുക്കളുടെ നല്ല വസ്ത്രങ്ങൾ, നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ കൊണ്ടുവരണേ, യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചാൽ അവരുടെ പട്ടുവസ്ത്രങ്ങളൊക്കെ എടുത്തോണ്ട് വരും, അതുപോലെ എടുത്തോണ്ട് വരണേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ബൃഹന്നള പറഞ്ഞു, ഉത്തരൻ യുദ്ധം ജയിച്ചാൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഇവരെ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. വായു വേഗത്തിലാണ് അർജുനൻ രഥം മുന്നോട്ട് നയിച്ചത്, വായു വേഗത്തിൽ. അപ്പൊ ഉത്തരൻ ഇത്രയും കാലം ഇങ്ങനെ ഒരു രഥയാത്ര നടത്തിയിട്ടില്ല, കാരണം വായു വേഗത്തിലല്ലേ രഥം വിടുന്നത്. അപ്പം അതിശയിച്ചു പോയി, ഈ ബൃഹന്നളയ്ക്ക് ഇത്രയും കഴിവോ എന്ന് ഉത്തരൻ അതിശയിച്ചു വിചാരിച്ചു. അപ്പോ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കൗരവപ്പടയെ ദൂരെ കണ്ടപ്പം അർജുനൻ രഥം നിർത്തിയ ഉടനെ ഉത്തരം പറഞ്ഞു, ഇത്രയും കുതിരകള്, ഇത്രയും ആനകള്, ഇത്രയും കാലാള്, പിന്നെ ഇത്രയും രഥം, അതായത് കാലാൾപ്പട എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുതിരകള്, ആനകള്, രഥം, കാലാൾപ്പട, അതാണ് നാലംഗപ്പട. അപ്പൊ ഇതുങ്ങളെല്ലാം കണ്ടു. വളരെ വീരന്മാരായ ആൾക്കാരും ഉണ്ട്, രാജാക്കന്മാരും. ഇതെല്ലാം കണ്ടപ്പോ ഉത്തരൻ പേടിച്ചു. ഉത്തരൻ പറഞ്ഞു, അയ്യോ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇവരെയൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉത്തരൻ രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പോ സ്ത്രീ വേഷധാരിയായ ബൃഹന്നള, സാരിയല്ലേ സ്ത്രീ വേഷമല്ലേ, ബൃഹന്നള സ്വന്തം വേഷം ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ. ബൃഹന്നള ഓടിച്ചെന്ന് പിടിച്ച് രഥത്തിൽ കയറ്റിയിട്ട് പറഞ്ഞു, അങ്ങ് യുദ്ധം ചെയ്യണം, അല്ല ചുമ്മാ ഇങ്ങനെ പേടിച്ചോടി അയ്യേ നാണക്കേട്, അന്തപ്പെടുത്തി ഇരുന്ന് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് എന്നാ പറയാം. അപ്പൊ പറഞ്ഞു, ബൃഹന്നളെ എന്നെ കൊണ്ട് പറ്റൂല, ഇത്രയും ആൾക്കാരെ കണ്ട്, ഇത്രയും വലിയ കാലാൾപ്പടയൊക്കെ കണ്ടപ്പോ എനിക്ക് പറ്റില്ല. അപ്പോ രഥത്തിൽ നിന്ന് തിരിച്ചു പിടിച്ചു രഥത്തിൽ കൊണ്ട് ഇരുത്തിയിട്ട് പറഞ്ഞു, ഉത്തര, ഞാൻ യുദ്ധം ചെയ്തു കൊള്ളാം, നീ പേടിക്കണ്ട, നിന്റെ ഗോക്കളെയൊക്കെ നമുക്ക് വീണ്ടെടുക്കാം. നീ ഒരു കാര്യം ചെയ്യണം, രഥം തെളിക്കണം. രഥം ഒരാൾ തെളിച്ചാലല്ലേ മറ്റേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നീ രഥം തെളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഉത്തരൻ സമ്മതിച്ചു. അങ്ങനെ ഉത്തരൻ സമ്മതിച്ച് അവര് കുറച്ചും കൂടെ മുന്നോട്ട് ചെന്നപ്പോ ഇവര് അജ്ഞാതവാസ സമയമാകാറായപ്പോ വിരാട രാജ്യത്തിലേക്ക് വന്നപ്പോ വഴിയിൽ ഒരു ശ്മശാനം കണ്ടു. എന്താണ് ഈ ശ്മശാനം എന്ന് പറഞ്ഞാൽ? ആളുകളെയൊക്കെ ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ മൃതശരീരം അടക്കം ചെയ്യുന്ന ശ്മശാനം. അവിടെ അകത്തൊരു വലിയ ശമീ വൃക്ഷമുണ്ട്. ശമീ വൃക്ഷത്തിന്റെ പോടിനകത്തോട്ടാണ് ഇവരുടെ ആയുധങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചത്. അല്ലാതെ ഈ ആയുധങ്ങളുമായിട്ട് വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി ഇവർക്ക് അജ്ഞാതവാസം നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പോ അങ്ങനെ ആ ശമീ വൃക്ഷത്തിനകത്ത് അന്നേരം എല്ലാം കെട്ടി വില്ലിന്റെ ഒക്കെ ഞാണൊക്കെ മാറ്റി
അതെല്ലാം ഇറുക്കി കെട്ടി ഒരു പോടിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആരും അത് കണ്ടു, ഒരു വലിയ ഘോരമായ വനവും കൂടെയാണ്. ആരും അത് ചെന്നൊന്ന് ആ വൃക്ഷത്തിന്റെ അടുത്തോട്ട് പോകാതിരിക്കാൻ അവിടുന്ന് ഒരു ശവശരീരവും കൂടെ എടുത്ത് കെട്ടിത്തൂക്കി അന്ന്. അപ്പൊ ഇതിന്റെ നാറ്റം കൊണ്ട് ആരെങ്കിലും ആ ഏരിയയിൽ പോവൂല. അപ്പൊ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആയുധങ്ങള് എടുക്കാനായിട്ട് അവർ ഈ ശമീ വൃക്ഷത്തിന്റെ അടുത്തോട്ട് രഥം കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞു. നിർത്തിയിട്ട് ഉത്തരനോട് പറഞ്ഞു. അപ്പൊ അത് 1 വർഷം മുമ്പല്ലേ, 1 വർഷമാണല്ലോ അജ്ഞാതവാസം. അപ്പൊ ഇപ്പൊ അജ്ഞാതവാസം തീരാൻ ഒരു 2 ദിവസം കൊണ്ടൊക്കെ ഉള്ളൂ. അപ്പൊ അതിന്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് ഈ രഥം നിർത്തിയിട്ട് ഉത്തരനോട് ആ മരത്തിൽ നിന്ന്, ആ വൃക്ഷത്തിൽ നിന്ന് ഈ ആയുധങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ ഉത്തരൻ ആ ആയുധങ്ങളൊക്കെ ഇറക്കിയപ്പോ ഉത്തരൻ ആശ്ചര്യപ്പെട്ടു പോയി. എന്താണെന്നറിയാമോ? ആ വില്ലിലെല്ലാം രത്നങ്ങള്, വിലപിടിപ്പുള്ള പിടികള്, സ്വർണം കൊണ്ടുള്ള പിടികള്, വാളിലൊക്കെ, പിന്നെ ഗതയിലൊക്കെ, ഗതയുടെ പിടിയിലും ഒക്കെ രത്നം. അമ്പുകളാണെങ്കിൽ തേച്ചും ഒരച്ച് നല്ല പിന്നെ മൂർച്ച ആക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ട് ഇങ്ങനെ അന്തിച്ചു പോയി. ആര്? ഉത്തരൻ. എന്നിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ചോദിച്ചു, അങ്ങ് ആരാണ്? ഇതൊക്കെ അങ്ങേക്ക് എവിടുന്ന് കിട്ടി? ഈ ആയുധങ്ങൾ ഇവിടെ ഒളിച്ചു വെച്ചിരുന്നത് മൃഗങ്ങളൊക്കെ അറിയാവുന്നിടത്ത് വന്നല്ലേ എടുത്തത്. അപ്പം ചോദിച്ചു, അങ്ങ് ആരാണ്? ഇതൊക്കെ എവിടുന്നാണ് അങ്ങേക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോ ഉത്തരം പറഞ്ഞു, ഈ ആയുധങ്ങളൊക്കെ കണ്ടപ്പോ നിനക്ക് അത്ഭുതം തോന്നുന്നു അല്ലേ? ഇതെല്ലാം പാണ്ഡവരുടേതാണ്. പാണ്ഡവർ അജ്ഞാതവാസകാലത്ത് ഇതെല്ലാം ഈ വൃക്ഷത്തിൽ ഒളിച്ചു വെച്ചിരുന്നതാണ്. പാണ്ഡവർ അജ്ഞാതവാസം നടത്തപ്പോ ഇതെല്ലാം എവിടെ കൊണ്ട് ഒളിച്ചു വെച്ചോ? പാണ്ഡവർ എവിടാ താമസിക്കുന്നത് എന്ന് ചോദിച്ചോ പറഞ്ഞു, അത് പാണ്ഡവർ വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. സ്വന്തം രാജ്യത്ത്. ഉത്തരന്റെ രാജ്യമല്ലേ, വിരാട രാജാവിന്റെ മകനല്ലേ ഉത്തരൻ. അപ്പൊ അവിടെയാണ് അവരൊക്കെ താമസിക്കുന്നത്. അപ്പൊ ഇവിടെയാണോ അവരൊക്കെ താമസിക്കുന്നത്? അതെ, ഇവിടെയാണ് താമസിക്കുന്നത്. നിന്റെ അച്ഛന്റെ കൂടെ ചൂത് കളിക്കുന്ന കുങ്കൻ എന്ന പേര് ഉള്ള ആള് യുധിഷ്ഠിരനാണ്. എന്നിട്ട് നിന്റെ അച്ഛനെ സന്തോഷിപ്പിക്കുന്ന, ചൂത് കളിച്ച് സന്തോഷിപ്പിക്കുന്ന കുങ്കൻ യുധിഷ്ഠിരൻ. നിങ്ങളെ അടുക്കളയിൽ പാകം ചെയ്യുന്ന വല്ലവൻ ഭീമൻ. ഗോക്കളെ മേയ്ക്കുന്ന ആള് ഗന്ധികൻ. അശ്വങ്ങളെ, കുതിരകളെ മേയ്ക്കുന്ന ആള് തന്ത്രിപാലൻ. അത് ശരി. അപ്പൊ അവര് 4 പേരായി. പിന്നെ രാജകൊട്ടാരത്തിൽ താമസിക്കുന്ന സൈരന്ധ്രിയായ മാലിനി ഈ പാണ്ഡവന്മാരുടെ ധർമ്മപത്നിയായ പാഞ്ചാലിയാണ്. അത് ശരി. അപ്പൊ അയാളങ്ങ് അതിശയിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ഉത്തരൻ. അപ്പൊ പറഞ്ഞു, അപ്പോൾ അർജുനനോ? അതെ, അർജുനനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ. അയ്യോ, അർജുനനാണോ? അതിശയിച്ചു പോയി കേട്ടോ. എന്താണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഇവരുടെ അജ്ഞാതവാസം തലേ ദിവസം തീർന്നു. 1 വർഷം തികഞ്ഞു. അപ്പൊ പറഞ്ഞു, എനിക്ക് അതിശയമായി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉടൻ തന്നെ അർജുനൻ എന്ത് ചെയ്തു? കൈകളിൽ അണിഞ്ഞിരുന്ന വളകളെല്ലാം ഊരി മാറ്റി. പെണ്ണുങ്ങളല്ലേ കൈകളിൽ വളകളൊക്കെ അണിയുന്നത്. അത് സാരിയൊക്കെ മാറ്റിയപ്പോ നല്ല പടച്ചട്ട അണിഞ്ഞ നല്ല സുന്ദരനായ ആചാരബാഹുവായ അർജുനനായി മാറി. മനസ്സിലായോ? അപ്പൊ ചോദിച്ചു, നിങ്ങളൊരു ഷണ്ടനല്ലേ? ആണും പെണ്ണും അല്ലാത്ത ആളല്ലേ? നിങ്ങളൊരു ഷണ്ടനല്ലേ? അതൊക്കെ തീർന്നു. അതൊരു കഥയാണ്. എങ്ങനെ ഷണ്ടനായി മാറി എന്നുള്ളത് ഒരു കഥയാണ്. അതൊരു ശാപം കിട്ടിയതാണ്. പക്ഷെ ഇപ്പൊ കൊട്ടാരത്തിൽ ഇങ്ങനെ വസിക്കാൻ വേണ്ടിയിട്ട് ആ ശാപം ഉപകാരമായി. ഉർവശി, ദേവലോകത്തുള്ള ഉർവശി ശപിച്ചതാണ്. ആ ശാപം, ഉർവശി ശാപം ഉപകാരം എന്ന് കേട്ടിട്ടുണ്ടോ മക്കളെ? ഉർവശി ശാപം ഉപകാരം. ഈ 1 വർഷം വേഷം മാറി ഇങ്ങനെ ഷണ്ടനായിട്ട് നിൽക്കാൻ ആ ശാപം ഫലിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ അതെല്ലാം എടുത്ത് മാറ്റി. അപ്പൊ പറഞ്ഞു, ഭയം വരും, എനിക്ക് ആകെപ്പാടെ ഭയമാകുന്നു. ഭയം വരുമ്പോൾ അർജുനന്റെ 10 പേരുകൾ പറയാമല്ലോ. അർജുനൻ, ഫൽഗുനൻ, കിരീടി, ശ്വേതാശൻ, ധനഞ്ജയൻ, ജിഷ്ണു, സവ്യസാചി, ഇങ്ങനെയൊക്കെ കുറെ പേരുകളുണ്ടല്ലോ.
ഈ 10 പേരുകൾ ജപിച്ചു കഴിഞ്ഞാൽ ഭയം വിട്ടുമാറുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 10 പേരുകൾ വന്നത്? അർജുനന്റെ 10 പേരുകൾ. അപ്പൊ ആ 10 പേരുകൾ എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡ് അടുത്ത ഭാഗമായിട്ട് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.